ഹായ് ഗായ്സ്, ബൈജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴി വളർത്തലിനെക്കുറിച്ചും കോഴി വളർത്തുന്നതിൻ്റെ രീതികളെക്കുറിച്ചുമുള്ള എനിക്കറിവുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ മറ്റേ സാസു കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇത് സാധു കോഴിക്കുഞ്ഞിന് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒന്ന് ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ, പിന്നെ ഒരു 4ാമത്തെ ദിവസം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്തത് ഏകദേശം ഒരു 12 ദിവസത്തോളമായിട്ടുണ്ട്. എനിക്കത് എപ്പോഴും വീഡിയോ പിടിച്ചിടാൻ സമയം കിട്ടണം, എഡിറ്റ് ചെയ്യാനൊക്കെ ടൈം എടുക്കാറാണ് ഈ വീഡിയോ ഞാൻ ഇടാൻ വൈകിപ്പോണത്. സാധു കോഴിക്കുഞ്ഞുങ്ങളിപ്പോൾ ഇതിനകത്ത് നിലവിൽ നമ്മുടെ ഉള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. 50 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന 50 വലിയ തെറ്റില്ലാത്ത കുഞ്ഞുങ്ങളായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ പറഞ്ഞിരുന്നു. 27 രൂപയാണ് ഒരു കുഞ്ഞിന് എനിക്ക് ചിലവായതെന്ന് പറഞ്ഞാൽ. 27 രൂപ എനിക്ക് അവിടെ നിന്ന് വാങ്ങിയ പൈസ മാത്രമാണ്. അവിടെ നിന്ന് ഞാൻ 77 രൂപയ്ക്കാണ് ഒരു പാർട്ടിയുടെ നിന്ന് ഈ സാധനം വാങ്ങുന്നത്. ഇതിന് എനിക്ക് 50 രൂപ താഴെ അടുത്ത് സർവീസ് ചാർജ് എല്ലാം കൂടി എനിക്ക് വന്നിട്ടുണ്ടായി. 50 രൂപ അടുത്തോളം വരും ഇതിൻ്റെ വില കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. കുഞ്ഞുങ്ങളെ നമ്മൾ അല്ലാതെ കൊടുത്തു വരുമ്പോഴേക്കും അല്ലാതെയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ 27 രൂപ 30 രൂപ ചിലപ്പോൾ 25 രൂപ ആ റേഞ്ചിലേക്ക് കിട്ടും. മഴക്കാലത്ത് എനിക്കൊന്ന് പൈസ ഇത്തിരി കുറവാണ് നമ്മൾ ടൈമിൽ കിട്ടുന്നത്. വലിയ കുഴപ്പമില്ല. ഇപ്പോൾ നല്ല മുഴുപ്പുണ്ട്, എന്താ സൈസ് വേണം, ഭക്ഷണം നല്ലോണം എടുക്കുന്നുണ്ട്, ഇരട്ടിക്കുന്നുണ്ട്, നല്ലോണം ഭക്ഷണം എടുക്കും. എത്ര കൊടുത്താലും തിന്നോളും. ഇനി സാധനമൊന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം നമ്മളെ പിടിച്ച് കൊത്താൻ പറ്റുന്നത് അത്രയ്ക്ക് ഇതായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. പെട്ടെന്ന് തൂക്കവും ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾ. 70 ഗ്രാം 80 ഗ്രാം 100 ഗ്രാമൊക്കെ ഇടയ്ക്ക് ഇപ്പം തന്നെ 12 ദിവസം കൊണ്ട് തൂക്കമുണ്ട്. അത് നമ്മൾ പാക്കറ്റ് ഫീഡ് പരമാവധി ഒഴിവാക്കിയിട്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത്. പാക്കറ്റ് ഫീഡ് പരമാവധി ഒഴിവാക്കിയിട്ട് ഫസ്റ്റ് കൂടെ പ്രീ സ്റ്റാർട്ടറാണ് കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ചോറും പ്രീ സ്റ്റാർട്ടർ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഭക്ഷണം കൊടുക്കണം. പ്രീ സ്റ്റാർട്ടർ, ബ്രോയിലർ സ്റ്റാർട്ടർ ഒക്കെ കൊടുക്കണമെന്നാണ് ഇതിന് പറയണത്. അങ്ങനെ കൊടുത്താണ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, 2.5 മാസം കൊണ്ടൊക്കെ ആവുള്ളൂ എന്നാണ് പറയണത് തൂക്കം. നമ്മൾ അങ്ങനെ കൊടുത്ത് ഉള്ള പരിപാടിയൊന്നും നമ്മൾ ബഡ്ജറ്റൊന്നും നമ്മളിതില്ല. സാധാരണ രീതിയിലുള്ള ഭക്ഷണം കൊടുത്തിട്ടുള്ള വളർച്ച മതി ഇതിന്. ഒരു 4-5 മാസം കൊണ്ടായാലും മതി, 2.5 മാസം കൊണ്ടാവണമെന്നില്ല. 2.5 മാസം കൊണ്ടാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് അധികം ഇറച്ചി അത്ര സുഖമാകുമെന്ന് എനിക്ക് തോന്നാറില്ല. ഞാനിവിടെ ഇതിനു മുമ്പ് കൊണ്ടുവന്നെങ്കിൽ മറ്റു കോഴികളെ കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് തൂക്കം പറ്റിയ കോഴികളെല്ലാത്തിൻ്റെയും ഇറച്ചിക്ക് അത്ര സുഖമില്ലെന്നുള്ളതാണ് പുറത്ത് നമ്മൾ കൊടുത്തപ്പോഴുള്ള അനുഭവം പറയണത് ആൾക്കാർ. അപ്പോൾ എനിക്ക് 4-5 മാസമായിട്ട് എനിക്ക് വലുതായാലും മതി. എനിക്ക് സാധാരണ തീറ്റ കൊടുത്ത് വളർത്തുന്നതാണ് കൂടുതൽ താല്പര്യം. ഇറച്ചിക്ക് മുറുക്കവും ടേസ്റ്റും വന്നത് എല്ലാ ഭക്ഷണങ്ങളും കഴിച്ച് വളരുന്ന കോഴിക്കാണ്. അപ്പോൾ ഇത് എല്ലാ തീറ്റകളും കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം തിന്നും. ചോറായാലും ചോറും തവിടും സ്റ്റാർട്ടറും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾ ഇതുവരെയായിട്ടും ഒന്നും ചത്തുപോയിട്ടില്ല. വലിയ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ നല്ല ഗ്രോത്ത് ഉണ്ട്, നല്ല തൂക്കം വെച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സാസു കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തത്. എനിക്ക് ടൈമും കിട്ടാനുള്ള ഓക്കെ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.